ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് 5 പൈസ അവാർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നമ്മുടെ മാർക്കറ്റ് ഇന്ന് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇന്നൊരു നമ്മുടെ ബുള്ളിഷ് റഫറൻസിന്റെ മുകളിലൊക്കെ കട്ട് ചെയ്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റിന്റെ മുകളിലൊക്കെ വന്നായിരുന്നു. ബാങ്ക് നിഫ്റ്റി അതേപോലെ ബുള്ളിഷ് റഫറൻസ് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റും തന്നിട്ടില്ല ബാങ്ക് നിഫ്റ്റി. മിഡ് ക്യാപ്പ് നോക്കിയാലും മിഡ് ക്യാപ്പും ബുള്ളിഷ് റഫറൻസ് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റ് അവിടെ പോയി കിടന്ന് കളിക്കുകയാണ് കൃത്യമായിട്ട് ചെയ്തത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രേഡബിൾ ആക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ആക്ഷൻസ് കൃത്യമായിട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ട്. തരാതെ ഒന്നും മാർക്കറ്റ് ഇരുന്നിട്ടില്ല. മാർക്കറ്റ് കൃത്യമായിട്ട് ആ ആക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് നോക്കേണ്ടത് ഇന്നിപ്പം നമ്മളിപ്പോ ഈ കുറച്ചു മുമ്പേ നമ്മുടെ ഇറാന്റെ എന്തുവാണ് ഈ ഓയിൽ ഫീൽഡിലേക്കുള്ള അറ്റാക്ക്, ഡ്രോൺ അറ്റാക്ക് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നമ്മളെ സംബന്ധിച്ച് ഒരു ഗിഫ്റ്റ് നിഫ്റ്റി കയറി തിരിച്ച് വീണ്ടും അടിച്ച് ഒരു സെല്ലിംഗ് പ്രഷറിന്റെ ഭാഗത്തേക്കാണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. നമ്മുടെ ഇന്ന് നിഫ്റ്റി കൃത്യമായിട്ട് ഒരു ഗ്യാപ്പ്, ഒരു ഇന്നലത്തെ പ്രൊഫൈലിന്റെ ഭാഗത്തൊക്കെ തന്നെ ഓപ്പൺ ചെയ്തു. ഒരു പക്ക പറയണമെങ്കിൽ ഒരു മുകളിലോട്ട് പോയി ഈ 24,268 എന്ന് പറഞ്ഞാൽ ഈ 29 ഏപ്രിലിലെ POCയുടെ ഭാഗത്ത് റിജക്ട് ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്ന് ഈ നമ്മുടെ 30 ഏപ്രിലിലെ പ്രൊഫൈലിനകത്തും 29 ഏപ്രിലിലെ പ്രൊഫൈലിനകത്തും വന്നൊരു സാൻഡ്വിച്ച് പോലെ ക്ലോസ് ആയി നിൽക്കുന്ന സമയമാണ്. അപ്പം പ്യൂർലി പറയുന്ന ഒരു ബാലൻസ് ഡേ ആയിട്ട് നിഫ്റ്റി വന്നിരിക്കുന്നത് 24,108 ഭാഗത്തേക്കാണ് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, നോർമൽ പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് ഡേ ആണ്. ചെറിയൊരു എക്സ്ചേഞ്ച് ഒക്കെ തന്നു, അത് ഫെയിലർ ഒക്കെ ആയി. ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നോർമൽ ബാലൻസ് ഡേ, നോർമൽ ഡേ ആണ്. സ്ട്രക്ചർ പക്ക വൈഡ് IB ഒക്കെ ആയിരുന്നു. ഒരു പക്ക ഒരു ബാലൻസ് ഡേ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ളത്. സോ നമുക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയെ നിഫ്റ്റിയിലെ POC വന്നിരിക്കുന്നത് 24,108 ഭാഗത്തേക്ക് ഞാൻ ആ POC 24,108 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് തട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബുള്ളിഷ് റഫറൻസ് പറയുമ്പോൾ ഞാൻ ഇനി ബൈ എടുക്കുന്നത് 24,185 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കൂ. അപ്പം ആദ്യം നമുക്ക് ഈ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് 24,185 എത്രയാണ് നമുക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ 24,185 24,185 മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. സോ നമ്മുടെ POC ഒന്ന് ഞാൻ കൃത്യമായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. 24,108 ഭാഗത്തേക്ക് ആ POC ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് ഫസ്റ്റ് ടാർഗറ്റ് 24,223 ഭാഗത്തേക്ക് 24,223 24,223 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 24,280 ഭാഗത്ത് എത്രയാണ് 24,280 ഭാഗത്ത് 24,280 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ 24,328 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് 24,328 എന്ന് പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ ബുധനാഴ്ചത്തെ ഫസ്റ്റ് പ്രൈമറി വന്ന കോൺട്രാക്റ്റിന്റെ ആ ദിവസത്തെ വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്കും പോവാം. ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുന്നത്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ 24,156 അല്ലെങ്കിൽ 24,012 താഴെ മാത്രമേ ഞാൻ സെല്ലിംഗ് ഉള്ളൂ. എത്രയാണ് 24,000 എന്ന് പറഞ്ഞ ബിഗ് റൗണ്ട് നമ്പറിന് താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിംഗ് എടുക്കുന്നുള്ളൂ. അങ്ങനെ ആ സെല്ലിംഗ് എവിടെ വരാം? ഫസ്റ്റ് ടാർഗറ്റ് 23,968 ഭാഗത്തേക്ക് വരാം, 23,968 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 23,900 ഭാഗത്തേക്ക് 23,900 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,850 എത്രയാണ് 23,850 ഭാഗത്തേക്ക് വരാം. ഈ ഒരു ഏരിയ ഒരു വീണ്ടും അത് താഴെ പോന്നാൽ മാക്സിമം പോയാൽ 23,800 വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 23,800 പൊട്ടുമോ ഇല്ലേന്ന് ആയിരിക്കും എക്സാക്ട്ലി നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ ഇതായിരിക്കും നാളെ നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള എന്റെ റെഫറൻസ് ലെവലുകൾ. കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റിനെ പ്ലാൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ ഒരു ഓപ്പൺ ഓപ്ഷൻ നോർമൽ ഡേ ആണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ബാലൻസ് ഫോർമേഷൻ ആക്കാൻ നിഫ്റ്റി വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു
പക്ക ഒരു എന്തുവാണ് നോർമൽ ഡേ ഒക്കെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും വന്നിരിക്കുന്നത്. വൈഡ് ഐ ബി ഒക്കെ ആയിരുന്നു ആശാൻ. ചെറിയൊരു നോർമൽ വേരിയേഷൻ ഡൗൺ എന്ന് പറയുന്നത് ഐ ബിക്ക് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. 54,940 ഭാഗത്തേക്കാണ് പി ഒ സി. എത്രയാണ്? 54,940 ഭാഗത്തേക്കാണ് പി ഒ സി വന്നത്. ഞാൻ ആ പി ഒ സി ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. 55,332 മുകളിൽ മാത്രമേ ഞാൻ ഇനി 35 മുകളിൽ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എവിടെ വരാം? 55,500 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് 55,500 എന്ന് പറഞ്ഞ ആ ഒരു റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്ക് വരാം. അതൊരു ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ഫോർമാറ്റ് ആക്റ്റീവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് എങ്ങോട്ട് വരാം? അടുത്തത് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി 55,500 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ 55,672 ഭാഗത്തേക്ക്. എത്ര? 55,672 ഭാഗത്തേക്ക്. പഴയ ഒരു വാല്യൂ ഏരിയ 55,672. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പി ഒ സി ആണ് ദിവസത്തെ നമ്മുടെ 20th ഏപ്രിലിന്റെ പി ഒ സിയും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 29th ഏപ്രിലിന്റെ പി ഒ സി ആയ 55,882 ഭാഗത്ത്. എത്രയാണ്? 55,855,882 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലായിരിക്കും. ബെയറിഷ് റെഫറൻസ് സെയിം ആണ്. 54,600 താഴെ സെല്ലിംഗ് ആണ്. 54,480, 54,300, 54,000 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള റെഫറൻസ് ലെവല്. കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്. മിഡ് ക്യാപ്പും പക്ക ഒരു ന്യൂട്രൽ ഡേ, രണ്ട് സൈഡും ബാക്ക് ചെയ്ത് ന്യൂട്രൽ ഡേ ആയിട്ട് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ദർ ഈസ് എ ചാൻസ് ഓഫ് എ ട്രെൻഡിങ് മൂവ്മെന്റ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. 13,915 ഭാഗത്താണ് പി ഒ സി. 13,915 ഭാഗത്തേക്ക് ആ പി ഒ സി ഞാൻ ഒന്ന് മുകളിലോട്ട് കൊണ്ടുവരാം. നമ്മുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 13,800 താഴെ സെല്ലിംഗ് എടുക്കാം. എത്രയാണ്? 13,800 താഴെ മിഡ് ക്യാപ്പിന് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അത് ഫസ്റ്റ് ടാർഗറ്റ് 750 ഭാഗത്തേക്ക്. എത്ര? 13,750 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 13,700 ഭാഗത്തേക്ക് വരാനും 13,700 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തോളാം, അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചാൽ 13,657 എന്ന് പറഞ്ഞ പഴയ ഒരു വാല്യൂ ഏരിയ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ലോ വന്നില്ലേ, ആ ഒരു വാല്യൂ ഏരിയയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഇതാണ് മിഡ് ക്യാപ്പിന്റെ ഡൗൺ സൈഡ് റെഫറൻസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പ് സൈഡ് റെഫറൻസ് ലെവൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇനി ബൈ എടുക്കുന്നത് 14,040 മുകളിൽ മാത്രമേ ഞാൻ ബൈ എടുക്കുന്നു. എത്രയാണ്? 14,000 മുകളിൽ 14,000 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 14,040 ഭാഗത്തേക്ക് 14,040 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 14,085 ഭാഗത്തേക്ക് 14,085 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് 14,135 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതൽ. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള കൃത്യമായിട്ടുള്ള റെഫറൻസ് ലെവലുകൾ. സോ കൃത്യമായിട്ട് നിങ്ങൾ ലെവല് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ സമയത്ത് ക്രൂഡ് ഓയിലിൽ വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഓയിൽ സംഭവിക്കുന്നത് കൊണ്ട് നമ്മുടെ മാർക്കറ്റ് എങ്ങനെ വേണോ ആക്ട് ചെയ്യാം. സോ റിസൾട്ട് എല്ലാം വന്നു. നമ്മുടെ BJPക്ക്, അതായത് നമ്മുടെ സെൻട്രലിൽ ഭരിക്കുന്ന BJPക്ക് മെജോറിറ്റി ആയിട്ടുള്ള സീറ്റ്സ് ഒക്കെ കിട്ടിയത് കൊണ്ട് മാർക്കറ്റ് എങ്ങനെ വേണോ ബാധിക്കുക. ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. പക്ഷേ ട്രംപിന്റെ ഭാഗത്തുള്ള പീസ് ഡീൽ ക്യാൻസൽ ആയെന്ന് പറഞ്ഞു. ഇറാൻ വീണ്ടും ഡ്രോൺ അറ്റാക്ക് തുടങ്ങി. പൊതുവെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാർക്കറ്റ് കിടക്കുന്നുണ്ട്. മാർക്കറ്റ് എങ്ങനെ റിയാക്ട് എന്ന് പറയാൻ പറ്റില്ല. സോ കൃത്യമായിട്ട് ലെവല് വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ട്രേഡർ ആയുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മുടെ മെന്ററിറ്റി ബാച്ചുകാർക്ക് ഞാൻ സൂമിൽ രാത്രി 7 മണി to 9 വരെ കമ്മ്യൂണിറ്റി സെഷൻ തുടങ്ങിയത് അറിയാൻ പറ്റും. സോ നിങ്ങൾക്ക് നമ്മുടെ മെന്ററിംഗ് ബാച്ചിൽ ജോയിൻ ചെയ്യണോ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ തമിഴിനെ കാണിച്ച നമ്പറിൽ നിന്ന് ബന്ധപ്പെടുക. പുതിയ ബാച്ച് ഇനിയും വരുന്ന മെയ് 15 സ്റ്റാർട്ട് ചെയ്യാണ്. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.